ഇനി US Weekly Roundup powered by PSG Group of Companies-ൽ അമേരിക്കൻ കിച്ചൺ. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ കിച്ചൺ. ഞാൻ ഇസ്മീറ. ഇന്നത്തെ അമേരിക്കൻ കിച്ചണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പോപ്പുലർ ആയിട്ടുള്ള സാലഡ് ഇൻ എ ജാർ എന്ന കൺസെപ്റ്റാണ്. 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സാലഡ്സ് ആണ് ഇന്നത്തെ സാലഡ് ഇൻ എ ജാറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഏഷ്യൻ ഫ്ലേവറുള്ള റൈസ് ന്യൂഡിൽ സാലഡും, ഗ്രീക്ക് ഫ്ലേവറുള്ള പാസ്ത സാലഡും, സൗത്ത് വെസ്റ്റേൺ ഫ്ലേവേഴ്സ് ഉള്ള ഒരു കീൻവ സാലഡുമാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സാലഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ജാറിലാണ്. ഇങ്ങനത്തെ ജാറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നേരത്തെ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഏഷ്യൻ റൈസ് ന്യൂഡിൽ സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റൈസ് ന്യൂഡിൽസ് വേവിച്ചത്, റെഡ് ബെൽ പെപ്പർ വളരെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്, ക്യൂക്കമ്പർ നീളത്തിൽ അരിഞ്ഞത് തിന്നായിട്ട്, ക്യാരറ്റ്സ് തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞത്, എഡമാമി, ഷ്രെഡഡ് റെഡ് ക്യാബേജ്, സിലാൻട്രോ, ഗ്രീൻ അനിയൻസ്, ഷ്രിംപ് വേവിച്ചത്. സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ, 1 നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ സെസമി ഓയിൽ, ആവശ്യത്തിനുള്ള റെഡ് പെപ്പർ ഫ്ലേക്സ്. സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പീനട്ട് ബട്ടർ, സോയ സോസ്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ പേസ്റ്റ്, ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ടുള്ള ജിഞ്ചറാണിത്, ആവശ്യത്തിനുള്ള റെഡ് പെപ്പർ ഫ്ലേക്സ്, സെസമി സീഡ് ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തിന്നാക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് തിന്നാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാലഡിൻ്റെ ജാർ ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കാം. ഈ സാലഡിൻ്റെ ജാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ജാറ് ഒരു 2 സെർവിങ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ജാറാണ്. നിങ്ങൾക്ക് സിംഗിൾ സെർവിങ്സ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 സിംഗിൾ സെർവിങ് ജാർസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ന്യൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂഡിൽസ് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൈസ് നൂഡിൽസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാകും. എന്നിട്ടത് നമുക്ക് അരിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് സാലഡ് ഡ്രസ്സിംഗ് ആണ്. സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് നൂഡിൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷ്രിംപാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ അനിയൻസും സിലാൻട്രോ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് സെസമി സീഡ്സും പീനട്ട്സ് ക്രഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വളരെ കളർഫുള്ളും വളരെ ന്യൂട്രീഷ്യസും ഹെൽത്തി ആയിട്ടുള്ള ഏഷ്യൻ ഫ്ലേവറിലുള്ള നമ്മുടെ ഈ സാലഡിന് ജാറ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ 2-3 ദിവസം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം അത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഗ്രീക്ക് പാസ്ത സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോട്ടായി പാസ്ത വേവിച്ചത്, ചിക്ക് പീസ് വേവിച്ചത്, ക്യൂക്കമ്പർ, ടൊമാറ്റോസ്, ആലിവ്സ്, അനിയൻസ്, ഫെറ ചീസ്, പാഴ്സ്ലി ലീവ്സ്. ഗ്രീക്ക് സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3 ടേബിൾ സ്പൂൺ ആലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ റെഡ് വൈൻ വിനെഗർ, 1 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒറിഗനോ, ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. ഗ്രീക്ക് സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആലിവ് ഓയിൽ, റെഡ് വൈൻ വിനെഗർ, 1 നാരങ്ങയുടെ നീര്, ഗാർലിക് പൗഡർ, ഒറിഗനോ,
ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീക്ക് സാലഡിൻ്റെ ജാർ ഒന്ന് തയ്യാറാക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സാലഡ് ഡ്രസ്സിങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബോട്ടായി പാസ്തയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ്, ക്യൂക്കമ്പർ, ഓലിവ്സ്, അനിയൻസ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷാലറ്റ്സ് ആണ്. പ്രോട്ടീനായിട്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ചിക്ക് പീസ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫെറ്റ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് പാഴ്സ്ലി ലീവ്സ് വെച്ച് നമുക്ക് ടോപ്പ് ചെയ്യാം. ഗ്രീക്ക് സാലഡിൻ്റെ ജാറും റെഡി ആയിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ഗ്രീക്ക് സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൗത്ത് വെസ്റ്റേൺ ഫ്ലേവറുള്ള കീൻവ സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കീൻവ വേവിച്ചത്, കോൺ, ചിക്ക് പീസ് വേവിച്ചത്, റെഡ് ബീൻസ് വേവിച്ചത്, ക്യൂക്കമ്പർ, 2 കളറിലുള്ള ബെൽ പെപ്പർ, സിലാൻട്രോ, ടൊമാറ്റോ, ചീസ്, അവക്കാഡോ. സൗത്ത് വെസ്റ്റേൺ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ ആലിവ് ഓയിൽ, 1 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഹണി, ആവശ്യത്തിനുള്ള സോൾട്ട് ആൻഡ് പെപ്പർ. സൗത്ത് വെസ്റ്റേൺ സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൗളിലേക്ക് ഓലിവ് ഓയിൽ, ലെമൺ ജ്യൂസ്, 1 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഹണി, അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. സാലഡ് ഡ്രസ്സിങ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാർ ഒന്ന് തയ്യാറാക്കാം. സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാർ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സാലഡ് ഡ്രസ്സിങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വേവിച്ച കീൻവയാണ്. കീൻവ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു 1-2 പ്രാവശ്യം നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം നമ്മളതൊന്ന് വേവിക്കാനായിട്ട്. നമുക്ക് കീൻവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡ് ബീൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്നത് കോണാണ്. നമുക്ക് കളർഡ് പെപ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ചിക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ്, കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അവക്കാഡോ, ടോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സിലാൻട്രോ ലീവ്സ്. ഇനി ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളേർഡ് ടൊട്ടിയ സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റേൺ സാലഡിൻ്റെ ജാറും റെഡി ആയിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള സാലഡിൻ്റെ ജാറ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. We'll see you all soon in another episode of American Kitchen. US Weekly Roundup powered by PSG Group of Companies-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവോ? 10 അല്ല 10,000 വർഷം ഒപ്പമുണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. we'll miss you so much ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും.
Criffe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Criffe's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Criffe's Law Firm Limited. www.criffeslaw.com.